തദ്ദേശ സ്വയംഭരണ വകുപ്പും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി കൂടരഞ്ഞിയിൽ കർഷക സഭ സംഘടിപ്പിച്ചു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സഭ തിരുവമ്പാടി നിയോജകമണ്ഡലം എം.എൽ.എ. ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായാണ് കൂടരഞ്ഞിയിൽ കർഷകർക്കായി കർഷക സഭ സംഘടിപ്പിച്ചത്. വികേന്ദ്രീകാസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സഭ സംഘടിപ്പിച്ചത്. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനം, വന്യജീവി വകുപ്പ് എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളും കർഷക സഭയിൽ ചർച്ച ചെയ്തു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിലെ പദ്ധതികൾ, പുതിയ പദ്ധതികളായ കർഷക രജിസ്ട്രേഷൻ, പോഷക സമൃദ്ധി, ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികൾ, സൗരോർജ്ജവേലി, കാലാവസ്ഥാ വ്യതിയാനം, മണ്ണ് സംരക്ഷണ പദ്ധതികൾ, വിളകളുടെ രോഗ കീടബാധ എന്നിവയെപ്പറ്റി കൃഷി ഓഫീസർ വിശദമായ റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിച്ചു. നിലവിലെ പദ്ധതികളിൽ കർഷകരുടെ അഭിപ്രായം തേടാനും പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ചർച്ച ചെയ്യാനും കർഷകരുടെ നിർദ്ദേശങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ വിശകലനം ചെയ്യാനും കർഷക സഭ അവസരമൊരുക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾ, സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, തൊഴിലുറപ്പ് പദ്ധതി പോലെ വിവിധ പദ്ധതികളുടെ സംയോജന സാധ്യത, വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കാർഷിക വിളകളെയും കർഷകരെയും പരിരക്ഷിക്കുന്ന വിവിധ സാധ്യതകളും യോഗം ചർച്ച ചെയ്തു. പരിപാടി ലിൻഡോ ജോസഫ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാർ, കർഷകർ, കൃഷിക്കൂട്ടം ഗ്രൂപ്പുകൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ ഗ്രൂപ്പുകൾ, ക്ഷീരസംഘ പ്രതിനിധികൾ, ക്ഷീരവികസന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വനം, വന്യജീവി വകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി തങ്കച്ചൻ ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.എസ്. രവീന്ദ്രൻ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ റോസ്ലി ജോസ്, വാർഡ് മെമ്പർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജിജി കട്ടക്കയം, കാർഷിക വികസന സമിതി അംഗം കെ.എം. അബ്ദുറഹ്മാൻ, കൃഷി ഓഫീസർ ഷബീർ അഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൂടരഞ്ഞി.